ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേലൂർ ചെന്നകേശവ സ്വാമി ടെമ്പിളിലാട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് അറൗണ്ട് ഒരു 250 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ചിക്മംഗ്ലൂർ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് യുനെസ്കോയുടെ അണ്ടറിൽ വരുന്നൊരു ടെമ്പിളാണ്. അറിയോ, ഇത് 12th സെഞ്ച്വറിയിൽ നമ്മൾ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു അമ്പലമാണിത്. ഇതിൻ്റെ ആർക്കിടെക്ചർ നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നതാണ്. അക്കാലത്ത്, അതായത് 12th സെഞ്ച്വറിയിൽ അവർ ഇങ്ങനെയൊക്കെ പണിതത് ഞാൻ വേറെ ഒരു അമ്പലത്തിലും, വേറെ അമ്പലം എന്നല്ല, ഞാൻ ഒരു സ്ഥലത്തും ഞാൻ ഇത്രയും ഭംഗിയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് വിഷ്ണു ഭഗവാനാണ് പ്രതിഷ്ഠ. എൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത് എല്ലാം കല്ലിൽ കാവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഓരോന്നും ഈ ആനയും മൃഗങ്ങളും ഡാൻസ് ചെയ്യുന്ന ഓരോ രൂപങ്ങളും ദൈവങ്ങളുടെ രൂപങ്ങളും ഒക്കെ അവരിങ്ങനെ കൈകൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം 3D സ്കൾപ്ചേഴ്സ് ആട്ടോ. കൈയിട്ടാൽ ഗ്യാപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ കുറേ പാതകളുമൊക്കെ ആയിട്ട് എന്ത് രസമായിട്ടുള്ളൊരു അമ്പലമാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു കുളിർമയാണ്. എന്തൊരു തണുപ്പായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. പുറത്ത് ചൂടായിരുന്നാലും ഉള്ളിൽ എന്തൊരു തണുപ്പായിരുന്നു എന്നറിയോ. ഇങ്ങനെയൊക്കെ അന്ന് എങ്ങനെയാണ് അവരതിങ്ങനെ ചെയ്തതെന്ന് നമ്മളിങ്ങനെ അന്തം വിട്ടിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് പോകും. ശരിക്കും ഇവിടെ നമ്മളൊരു ഗൈഡഡ് ടൂർ എടുക്കണമായിരുന്നു, എന്നാലേ നമുക്കിത് എന്താണ് എക്സാക്റ്റ് ആയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ആണെന്ന് തോന്നുന്നത് യുനെസ്കോ ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളോട് തുടരുതെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ വേലൂരിൽ നിന്ന് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹൊയ്സാലേശ്വര ടെമ്പിളിലാട്ടോ. ഹലിബേഡു എന്ന് പറയുന്ന സ്ഥലത്ത് അറൗണ്ട് ഒരു 17 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഒരു എംപയറിൻ്റെ അണ്ടറിൽ അന്ന് വന്നിട്ടുള്ളതാണ്. സെയിം കൈൻഡ് ഓഫ് ആർക്കിടെക്ചർ തന്നെയാണ്. ഇവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്, ഇതിൻ്റെ റൂഫിൽ നമുക്കിങ്ങനെ ഗോപുരങ്ങളൊന്നുമില്ല. അമ്പലങ്ങളിൽ നമ്മൾ സ്ഥിരം കാണുന്നത്. ഞാൻ വിക്കിപീഡിയയിലൊക്കെ നോക്കിയപ്പോൾ ഇതിന് പണ്ട് ഗോപുരങ്ങളുണ്ടായിരുന്നു. പിന്നെ ഓരോ യുദ്ധങ്ങളും ഇതിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് പൊളിഞ്ഞു പോയതാണെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല. ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ളത് ഇതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള രൂപങ്ങളിലൊക്കെയുള്ള മാലകളും ഓർണമെൻറ്റ്സും എൻ്റെ അമ്മി. അപ്പോൾ അക്കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരും അല്ലെങ്കിൽ ആ ആൾക്കാരന്ന് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടല്ലേ ഇന്ന് ആ ഒരു കാവിങ്സിലൊക്കെ അത് വന്നിട്ടുള്ളത്. പിന്നെ 2 വലിയ നന്ദിയുടെ ഒരു വിഗ്രഹം ഇതുണ്ട് കേട്ടോ, ശിലകൾ. അത് രണ്ടും നമ്മളുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവനെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെയുള്ള ഓരോ എന്താ പറയുക, നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ ഓരോന്നും ഇതെങ്ങനെയാണ് ഇതിങ്ങനെ തൊട്ട് നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ ഓരോന്നും ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മദ്ദളം അങ്ങനത്തെ പല സാധനങ്ങളും, ഈ ഡാൻസ് ചെയ്യുന്ന ഫിഗേഴ്സ്, അവരുടെ ഓരോരുത്തരുടെ ഹെയർ സ്റ്റൈൽസ് എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ പറയാനറിയില്ല. പലതരം മൃഗങ്ങളുടേത് എല്ലാം അതിലുണ്ട്. ഓരോ തൂണുകൾക്കും അവിടെ ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ തൂണുകളിലും അവർ ഓരോ വിഗ്രഹങ്ങളും ഓരോ ദൈവങ്ങളുടേത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ത്രിമൂർത്തി ഭാവങ്ങൾ അയലിച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അസാധ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. പറ്റുമെങ്കിൽ എല്ലാവരും പോയിട്ട് ഇതൊക്കെ ഒന്ന് കാണണം. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് അയ്യോ, താജ്മഹലിൽ ഇതൊന്നും ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് ബാഹുബലിയുടെ ഒരു ചെറിയൊരു സ്തൂപം. പിന്നെ പുറത്ത് നമുക്ക് ഇതേപോലത്തെ കുറേ ഇടിക്കല്ലും മറ്റേ സാധനങ്ങളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഭാഗ്യം ചെയ്താലും നമുക്ക് നല്ല റേറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചോളൂ. ഹൊയ്സാലേശ്വര ടെമ്പിളും ബേലൂരും ഒക്കെ ഒന്ന് വൺസ് ഇൻ ലൈഫ് ടൈം ഒക്കെ ഒന്ന് പോയിട്ട് കാണണം. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പറ്റുമെങ്കിൽ ഒരു ഗൈഡഡ് ടൂർ തന്നെ എടുത്തിട്ട്, എനിക്കൊന്നും കൂടെ പോയിട്ട് ഒരു ഗൈഡഡ് ടൂർ എടുത്ത് ഇതെല്ലാം ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ.